മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനങ്ങൾക്ക് പുറകിലുള്ള ആംബുലൻസിനെ പിന്തുടർന്ന കേസിൽ 5 പേർക്കെതിരെ കേസെടുത്തു എന്ന വാർത്തയാണുള്ളത്. വെങ്ങാലിപ്പാലം സൗത്ത് പോയിന്റ് മുതലാണ് സംഭവം. നടക്കാവ് പോലീസാണ് കേസെടുത്തത്. വാഹനത്തിൽ നിന്നും ഒരു വാക്കി ടോക്കി കണ്ടെടുക്കുകയും ചെയ്തു. ഷഹദ് റഹ്മാൻ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹദ്, ഒട്ടും അഭിലഷണീയമല്ലാത്തൊരു പ്രവണത നമ്മൾ ചിലപ്പോൾ റോഡിൽ കാണാറുള്ളത്. ആംബുലൻസ് വരുമ്പോൾ വാഹനങ്ങൾ മാറിക്കൊടുക്കാറുണ്ട്. വലിയ ഗതാഗത കുരുക്കാണെങ്കിൽ ആംബുലൻസിന്റെ പാത പിന്തുടർന്ന് പോകുന്ന ചില വാഹനങ്ങൾ തെറ്റായ പ്രവണതയാണ്, കാണാറുണ്ട്. അതാണോ, അതിനപ്പുറം എന്തെങ്കിലും അതിലുണ്ടോ? ഹാഷ്മി, നിലവിൽ പോലീസ് നൽകുന്ന വിവരം അങ്ങനെയാണ്. അതായത് ഈ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആംബുലൻസിന് പുറകെ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താം എന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് ആംബുലൻസിന് പുറകെ വെച്ച് പിടിക്കുകയായിരുന്നു ഈ വാഹനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. വെങ്ങാലിപ്പാലം സൗത്ത് പോയിന്റ് മുതലാണ് ഈ വാഹനം ഈ ആംബുലൻസിനെ പിന്തുടർന്ന് വരാനുള്ള ശ്രമം നടന്നത്. കോഴിക്കോട് നഗരത്തിലേക്ക് വരാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ കാറിൽ ഉണ്ടായിരുന്നത് 5 പേരാണ്. അവർ മലപ്പുറം സ്വദേശികളാണ്. ഒരു ഘട്ടം കഴിഞ്ഞ ഘട്ടത്തിൽ ഈ വാഹനം ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് നടക്കാവ് പോലീസ് ഈ വാഹനം തടയുകയും പിന്നീട് അതിലുള്ള ആളുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. വാഹനവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വാഹനത്തിൽ നിന്ന് ഒരു വാക്കി ടോക്കി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ കാര്യമായിട്ട് ദുരൂഹതകളൊന്നുമില്ല എന്നുള്ള വിവരമാണ് പോലീസുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ നമ്മളോട് പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രവണത ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ ആംബുലൻസിന് പുറകെ വെച്ച് പിടിച്ച് ഇത്തരത്തിൽ വേഗത്തിലെത്താനുള്ള ഒരു ശ്രമമാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന യുവാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നൊരു കാര്യം പോലീസ് പറയുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ അങ്ങനെയാണെങ്കിൽ ഷഹദ് അതിൽ കേസെടുക്കണം. അങ്ങനെയാണെങ്കിൽ അതിൽ കേസെടുക്കുകയും അതൊരു ട്രാഫിക് നിയമലംഘനവുമായി ബന്ധപ്പെട്ട അങ്ങനെ നിയമലംഘനമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തെറ്റായ പ്രവണതയാണെന്ന് ആരും എനിക്കറിയാം. പക്ഷേ അതിനപ്പുറം അതിൽ നിന്ന് വാക്കി ടോക്കി കണ്ടെത്തി എന്നൊക്കെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതിൽ മറ്റു ചില ദുരൂഹത ആരോപിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ആരെങ്കിലും? ഷഹദ്, നിലവിൽ അത്തരത്തിൽ ആരോപണങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ല. നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ അതായത് ഇത് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഇവർക്കെതിരെ കേസെടുത്തത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അത് എഫ്ഐആറിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം എഫ്ഐആറിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ഇവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി തന്നെ ഇവരെ പറഞ്ഞു വിട്ടു. പക്ഷേ ഇവർക്ക് 5 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.